ഓക്കെ, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. എ ഹ്യൂമൻ ഇയർ ക്യാൻ ഹിയർ ഫ്രീക്വൻസീസ്, രണ്ട് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. നമുക്ക് F1 എന്ന് വിളിക്കാം. F1 = 20 ഹെർട്സും രണ്ടാമത്തെ ഫ്രീക്വൻസി F2 20 കിലോ ഹെർട്സ് ആണ്. ആലോചിക്കുക, കിലോനെ മാറ്റുക, കിലോ എന്ന് പറഞ്ഞാൽ 1000 ആണ്. സോ ഇൻറ്റു 1000, 3 പൂജ്യം ഇട്ടാലും മതി. അപ്പോൾ അത്രയും ഹെർട്സ്. 20,000 ഹെർട്സും 20 ഹെർട്സ് വരെയുള്ള സൗണ്ടാണ് നമ്മുടെ ചെവിക്ക് കേൾക്കാൻ പറ്റുന്നത്. ഓക്കെ, വാട്ട് വേവ് ലെങ്ത്, രണ്ടിൻ്റെയും വേവ് ലെങ്ത്, വാട്ട് വേവ് ലെങ്ത് കറസ്പോണ്ടിങ് ടു ദീസ് ടു ഫ്രീക്വൻസീസ്. അപ്പോൾ രണ്ട് വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. λ1 എത്രയാണ്, അതുപോലെ λ2ൻ്റെ ആൻസർ എത്രയാണ്. പകരം നമുക്ക് തന്നിട്ടുണ്ട് വിൻ്റെ ആൻസർ തന്നിട്ടുണ്ട് 330 മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ രണ്ടും കണ്ടുപിടിക്കാം. ഇതാ ഒന്നാമത്തെ ഇവിടെ, രണ്ടാമത്തെ അപ്പുറത്തും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേൻ്റെ വെലോസിറ്റി V1 നമ്മൾ പഠിച്ചതാണ് F ഗുണം λ എന്ന് പഠിച്ചു. സോ V1 ആണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ഇവിടെ F1 എഴുതുക, λ1 എഴുതുക. അപ്പോൾ V1ൻ്റെ ആൻസർ എത്ര, 330 = F1ൻ്റെ ആൻസർ 20 ഇൻറ്റു λ1 എന്ന് കിട്ടും. സോ λ1 കണ്ടുപിടിക്കുക, ഇതിനെ താഴോട്ട് എഴുതുക. അപ്പം 330/20 അത്രയാണ് λ1. ഈ 0 ഇതും വെട്ടിക്കളഞ്ഞു. 33ൻ്റെ പകുതി എത്ര വരും, 1 13 എത്ര വരും, 6 12 അല്ലേ, ഇവിടെ പോയിന്റ് വരും 5. അപ്പോൾ എത്ര, λ1ൻ്റെ ആൻസർ 16.5 മീറ്റർ. കാൽക്കുലേറ്റർ അടിക്കുക, ചെയ്യാൻ നിൽക്കേണ്ട, കാൽക്കുലേറ്ററിൽ ചെയ്താലും മതി. സോ V2 അതേപോലെ V2 നമ്മൾ പറഞ്ഞാൽ V2 = F2 ഇൻറ്റു λ2 എന്ന് പറയാം. V2ൻ്റെ ആൻസറും സെയിം തന്നെ 330 = F2ൻ്റെ ആൻസർ, F2 പറഞ്ഞിരിക്കുന്നത് 20,000 20,000 1 2 3 4 1 2 3 4 ഓക്കെ ഇൻറ്റു λ2. സോ ഇതിന് താഴോട്ട് എഴുതുക, ഡിവൈഡഡ് ബൈ 1 2 3 4 അത്രയും λ2. ഇതും വെട്ടിക്കളഞ്ഞു. അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്താൽ 2 കൊണ്ട് ഹരിച്ചാൽ, ഇതിനെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 16.5 കിട്ടും. ഡിവൈഡഡ് ബൈ എത്ര, 0 1 2 3 1 2 3. അപ്പോൾ ആൻസർ വരുന്നത് 0.0165 മീറ്റർ. ഓക്കെ, ഇത് കാൽക്കുലേറ്റർ നിങ്ങൾ അടിച്ചാൽ മതി, ആൻസർ കിട്ടും. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ചെയ്തതേ ഉള്ളൂ. ഇവിടെ താഴെ 3 പൂജ്യം ഉള്ളതുണ്ട്, ഇവിടെ 1 ഇവിടെ 2 ഇവിടെ ഒരു 0 കൂടി ഇട്ടാൽ അല്ലേ അതൊക്കെ കറക്റ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. സോ ഒന്നാമത്തെ വേവ് ലെങ്ത് എത്രയാണ്, 16.5 മീറ്ററും രണ്ടാമത്തതിൻ്റെ വേവ് ലെങ്ത് 0.0165 മീറ്ററുമാണ്. ഓക്കെ, കൃത്യമായിട്ട് പഠിക്കുക.